നിള നദിയുടെ തീരത്തെ 5 പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ പൈങ്കുളം ശ്രീ തിരുവഞ്ചിക്കുഴി ശിവക്ഷേത്രത്തിൽ ജൂലൈ 24-ാം തീയതി വ്യാഴാഴ്ച ഭക്തജനങ്ങൾക്ക് കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. 9 വയസ്സായ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും സ്കൂൾ അധികൃതർ ചികിത്സ നിഷേധിച്ചതായി പരാതി. 9 വയസ്സായ വിദ്യാർത്ഥിക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടും സ്കൂൾ അധികൃതർ ചികിത്സ നിഷേധിച്ചതായി പരാതി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി SNLP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാമിൽ സുനിൽ എന്ന കുട്ടിയാണ് ക്ലാസ് റൂമിൽ ജൂൺ 11-ന് ഉച്ചയോടെ വഴുതി വീഴുകയും വീഴ്ചയുടെ ആഘാതത്തിൽ കുട്ടിയുടെ മുൻഭാഗത്തെ 2 പല്ലുകൾ പൊട്ടുകയും മറ്റു പല്ലുകൾക്ക് പൂർണ്ണമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥിക്ക് ചികിത്സ നൽകാതെ മണിക്കൂറുകളോളം വൈകിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ജൂൺ മാസം 11-ാം തീയതിയാണ് മോൻ്റെ ക്ലാസ് ടീച്ചർ മോനൊരു അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വിളിച്ചപ്പോൾ ഞാനും വൈഫും കൂടി സ്കൂളിൽ പോയി നിൽക്കുമ്പോൾ എന്താ പറയുക, മോന് വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടത് അവിടെ. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് റൂമിലേക്ക് ചെന്നു. നോക്കുമ്പോൾ അവിടെ കുട്ടി വീണ് കിടന്ന സ്ഥലത്ത് ബ്ലഡൊക്കെ കിടക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ എൻ്റെ കാല് സ്ലിപ്പായി വീഴാൻ പോയി. അതെന്താ കാരണം വെച്ചാൽ ആ റൂമിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ ന്യൂനമർദ്ദമൊക്കെ നിന്ന് ഒരു 5-6 ദിവസം ഒരുമിച്ച് മഴ പെയ്ത ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ ബിൽഡിങ്ങിൻ്റെ തറ ചെറിയ ഹൈറ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ നിന്ന് ഈർപ്പം കയറിയിട്ടും മേലെ നിന്ന് ഓട് പൊട്ടിയിട്ട് 2 സ്ഥലത്ത് നിന്ന് വെള്ളം ഇതായിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ അവിടെയാണ് കുട്ടി വഴുക്കി വീണേക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ പരാതി കൊടുക്കാൻ ഒന്നിനും പോയിണ്ടായില്ല. പിന്നീട് ഇപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ അതിനുശേഷം നമ്മളൊരു ട്രീറ്റ്മെൻറ്റിനായിട്ട് അവിടെ ചെറുതുരുത്തിയിലെ DCare എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പം അവിടുത്തെ ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് തന്നെ അവർ തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു എസ്റ്റിമേറ്റ് ബില്ല് തന്നു. ആ എസ്റ്റിമേറ്റ് ബില്ല് ഏകദേശം ഇത്രയാവും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ എമൗണ്ട് കണ്ടപ്പോൾ ക്ലാസ് ടീച്ചർക്ക് അത് അയച്ചു കൊടുത്തു. ക്ലാസ് ടീച്ചർ അത് മാനേജ്മെൻറ്റിന് കൊടുത്തപ്പോൾ പറഞ്ഞത്ര ഇത്രയും ഇതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇത് ക്ലാസ് ടീച്ചറെ ക്ലാസ്സിൽ വെച്ച് നടന്നതല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഇതും ക്ലാസ് ടീച്ചർ തന്നെ എടുക്കണം എന്നുള്ളതൊക്കെ ഒരു ഇതിലാണ് പറഞ്ഞത്. അപകട വിവരം അറിഞ്ഞെത്തിയ രക്ഷിതാക്കൾ എത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥിയെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചതെന്നും അപകട വിവരം പോലീസിനോ മറ്റ് അധികൃതർക്കോ നൽകരുതെന്നും വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചികിത്സ നൽകാമെന്നും സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകിയത്രേ. എന്നാൽ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് 1,70,70,000 രൂപ ചിലവ് വരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ സ്കൂൾ അധികൃതരും തുടർ ചികിത്സ നൽകിയെങ്കിലും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് 1,70,70,000 രൂപ ചിലവ് വരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചപ്പോൾ സ്കൂൾ അധികൃതരും തുടർ ചികിത്സ നൽകില്ലെന്നും ആവശ്യമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ നടത്തണമെന്നും പറഞ്ഞതായി രക്ഷിതാക്കൾ ആരോപിച്ചു. കേസ് നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുക അത്തരത്തിലൊരു ചിന്താഗതിയിലല്ല. എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണം. ഈ ടീച്ചർ പലവട്ടം വിളിച്ചപ്പോഴും ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് കേസ് നടത്തി പൈസ മേടിക്കാൻ ഇതിനൊന്നല്ല ടീച്ചറെ, എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണം. ഇത്ര മാത്രമാണ് എൻ്റെ ആഗ്രഹമുള്ളൂ, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഈ 34 ദിവസത്തിനിടയിൽ ഇങ്ങനൊരു കോളോ എങ്ങനെയുണ്ട് കുട്ടിക്ക്, എൻ്റെ സ്ഥാപനത്തിലൊരു കുട്ടിയല്ലേ, ഒന്ന് വിളിച്ചു ചോദിക്കാനുള്ള ഒരു മര്യാദ അയാൾ കാണിച്ചില്ല. അതുപോലെ എൻ്റെ സ്കൂളിൽ ഇങ്ങനൊരു അപകടം പറ്റിപ്പോയൊരു കുട്ടിയല്ലേ, ആ ഒരു HM ഒന്ന് വിളിച്ചു ചോദിക്കേണ്ട ഒരു ഇത് കാണിക്കട്ടെ, അതാ ടീച്ചർ കാണിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള അനാസ്ഥ ഉണ്ടാക്കി. എൻ്റെ കുട്ടി വീണ ആ ക്ലാസ് റൂമിൽ ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ, അവിടെ അടുത്ത ക്ലാസ്സിലും അന്ന് നിറച്ചും വെള്ളമായിരുന്നു, മൊത്തത്തിൽ ശോചനീയമായ അവസ്ഥയായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. ഇവരുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ, ഇൻസ്പെക്ഷന് വരികയാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ 34 ദിവസം എന്നെ, എൻ്റെ ഭാര്യയും, ഈ അപകടം പറ്റിയ എൻ്റെ മോനെ ഇവര് ചതിച്ചു, വഞ്ചിച്ചു. അപകടം പറ്റിയ കുട്ടിയെ കാണാനെത്തിയ രക്ഷിതാക്കൾക്ക് മുന്നിൽ തങ്ങളുടെ കുട്ടിക്ക് മാറാരോഗമാണെന്നും ഇടയ്ക്കിടെ കുട്ടി തലചുറ്റി വീഴാറുണ്ടെന്നും പറഞ്ഞ രക്ഷിതാക്കളെ സങ്കടപ്പെടുത്തിയതായും രക്ഷിതാക്കൾ ആരോപിച്ചു. കുട്ടിയുടെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് 4 അടിയിലത്തെ 4 പല്ലാണ് റൂട്ട് കനാൽ ചെയ്യേണ്ടത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള പല്ലുകളെയും കൂടി ബാധിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചോദിക്കാനായിട്ട് ആ ക്ലിനിക്കിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ആ വിവരം പറഞ്ഞ ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ ഫോൺ എടുത്തില്ല, മെസ്സേജിനൊന്നും റിപ്ലൈ തന്നില്ല. അപ്പൊ ഞങ്ങൾ നേരിട്ട് പോയി ചോദിക്കാൻ പോയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ടീച്ചർമാരാണ് പറഞ്ഞ കുട്ടി ഇടക്കിടക്ക് വീഴുന്ന കുട്ടിയാണ്, അങ്ങനെ അഭിനയിച്ച് കിടക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണ്, പിന്നെന്താ എപ്പോഴും വയ്യ എന്ന് പറയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുട്ടീനെ ഒരു സ്ഥിരം നിത്യരോഗി പോലെ ആക്കിയിട്ട് ചിത്രീകരിച്ചു. ഒരു വട്ടം അവന് വയ്യാതായിട്ടുണ്ട്, ഇൻഫെക്ഷൻ ആയിട്ട്, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആയിട്ട് വയറുവേദന എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്നിട്ടുണ്ട് ക്ലാസ്സിൽ.
പക്ഷെ എന്നും കെടുക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് ശേഷമാണ് ആള് കുറച്ചും കൂടി ചൂടായി സംസാരിച്ചത് അവരോട്. അപ്പോൾ ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖമുള്ള കുട്ടിയാണോ അതൊന്ന് അവർ തെളിയിച്ചു തരണം. അതുപോലെ കുട്ടിയുടെ പഠിപ്പ് മുടങ്ങിയിരിക്കുകയാണ്. 15-ാം തീയതി റൂട്ട് കനാൽ കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുട്ടിയുടെ സ്കൂളിൽ പോകാൻ പറ്റണില്ല. അതുപോലെ കുട്ടിക്ക് ഇപ്പൊ ചികിത്സയെ നിഷേധിച്ച പോലെയാണ് അവരുള്ളത്. അപ്പൊ അവരെ ഭാഗത്തുനിന്ന് അവര് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ അവരായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ടീച്ചർമാരനെ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചു പോയി. വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. കുട്ടിയടക്കം കുട്ടി എന്നും കുട്ടിക്ക് ചെയ്യാൻ പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി എന്നും സന്തോഷിച്ചിരിക്കുകയായിരുന്നു. സ്കൂളിൽ പോകാൻ പറ്റും, അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്നാൽ തങ്ങളുടെ മകന് ഇതുവരെ യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല എന്നും ശക്തമായ മഴയിൽ ക്ലാസ് റൂമിൽ തളം കെട്ടിനിന്ന വെള്ളത്തിൽ ചവിട്ടിയാണ് വിദ്യാർത്ഥി വീണതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. കൂലിപ്പണിക്കാരനായ വെട്ടിക്കാട്ടിലെ താഴപ്ര വെള്ളൂർ വീട്ടിൽ സുനിലിന്റെയും ഷമിതയുടെയും 3 മക്കളിൽ ഇളയവനാണ് ഷാമിൽ. തന്റെ കുട്ടിക്ക് 1 മാസത്തിലേറെയായി വെറും ജ്യൂസ് മാത്രം കഴിക്കാവുന്ന അവസ്ഥയിലാണെന്നും തങ്ങളുടെ മകന് നല്ല ചികിത്സ നൽകാൻ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.